നരിവേട്ട നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നരിവേട്ട എന്നല്ല ഇതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഇത് നരവേട്ട എന്ന് തന്നെയാണ് ഈ സിനിമയുടെ പേര്. കാരണം ഇത് നമുക്കറിയാം, രണ്ടായിരത്തിന് ശേഷം ജനിച്ചിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് കഥ അറിയില്ല, വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ 2003 മുത്തങ്ങ സമരത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമയാണ് ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസ് നരനായിട്ട് തന്നെയാണ്. കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അവർക്ക് ഭൂമി വാഗ്ദാനം നൽകിക്കൊണ്ട് അവസാനം അത് പാലിക്കപ്പെടാതെ വന്നപ്പോഴാണ് അവർ ഈ പറഞ്ഞ മുത്തങ്ങ സമരത്തിലേക്ക് അവർ നയിച്ചത്. അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായിട്ടുള്ള ഒരു വെടിവയ്പ്പും, അതുപോലെ തന്നെ ഒരു പോലീസുകാരൻ മരണപ്പെട്ടു, അതുപോലെ ഒരു ആദിവാസികൾ ട്രൈബലായിട്ടുള്ള ഒരു ആളും മരണപ്പെട്ടു. ഇതിൻ്റെ പിന്നിൽ ഈ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, CK ജാനു, N ഗീതാനന്ദൻ പോലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് നല്ല അടിപൊളി സിനിമയാണ്. കാരണം നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇതൊരു വിഷ്വൽ നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നരിവേട്ട എന്ത് തന്നെയായാലും ഏത് ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. കാരണം നമ്മൾ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആ റിവ്യൂവർ നമ്മളിപ്പോൾ അടുത്ത് കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിവ്യൂകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ റൊമാൻസ് എന്ന് പറയുന്നൊരു സിനിമയിൽ ഈ പറഞ്ഞ അതിലെ നായകൻ നല്ല മികച്ച ആക്ടറാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആ നായകൻ തന്നെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയത്. അതിനുശേഷം പറഞ്ഞിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ചും അശ്വന്ത് കോക്ക് പറഞ്ഞിട്ടുള്ള വീഡിയോയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇത് ആ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ സിനിമ ഇന്ന് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഈ നരിവേട്ടയ്ക്കെതിരെ ഒരു വിമർശനം നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാതെ ഈ സിനിമ, ഇതൊരു പഠിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കാരണം N ഗീതാനന്ദൻ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ തന്നെ തെറ്റായ ഒരു ഇതാണ്. CK ജാനു ഒക്കെ N ഗീതാനന്ദൻ എന്നല്ല അയാൾ പറഞ്ഞേക്കുന്നത്. കാരണം അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് ട്രോള് വീഡിയോ വന്നിട്ടുണ്ട്, അദ്ദേഹം മദ്യപിച്ചിട്ടിരുന്നാണ് ആ റിവ്യൂ ചെയ്തെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെ വിമർശനം നടത്തുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇതൊരു സിനിമയെന്ന് പറയുന്നത് യഥാർത്ഥ റിയലായിട്ട് നടന്ന ഒരു കഥ തന്നെയാണ്. ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മളെ മലയാളികളായിട്ടുള്ള എല്ലാവരും നമുക്കുള്ള ആവശ്യം തന്നെയാണ്. കാരണം ഇവിടെ സമരം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ദളിത് യുവതി, ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് യുവതി അനുഭവിച്ചൊരു പീഡനം, ഒരു മാലമോഷണ കേസിൽ പ്രതിയാക്കപ്പെടുകയും അവസാനം മാല തിരിച്ചു കിട്ടിയപ്പോൾ അത് ആ പ്രതിപട്ടികയിൽ നിന്ന് പിന്തിരി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള സമരങ്ങൾ, അതുപോലെ തന്നെ ആശാ വർക്കറുടെ സമരം ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ സമരങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ സമരം എന്ന് പറയുന്നത്. അതിന് വിജയം കണ്ടെത്തുക എന്നുള്ള അത് അവരുടെ ആവശ്യമാണ്. അത് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് ഇവിടുത്തെ മേലധികാരികളുള്ള ആൾക്കാരാണ്. അവരത് പഠിച്ചതിന് ശേഷം അവർ കൃത്യമായി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു അക്രമാസക്തമാവാതിരിക്കാൻ വേണ്ടി പോലീസാണെങ്കിലും ഇത് ഗവൺമെൻറ് ആണെങ്കിലും കൃത്യമായി ചിന്തിച്ച് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു ഈ മുത്തങ്ങ സമരം. അവർ ഒരു ഭൂമിക്ക് വേണ്ടിയാണ്. ഇന്ന് ആ ഭൂമി ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അത് പ്രളയം വന്ന് സർവ്വം നശിച്ച് അവിടെ ആരും താമസമില്ല, ആൾക്കാരും ഇല്ല, അങ്ങനെ നശിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു. നമുക്കറിയാം അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഇന്നിപ്പോൾ ആ വ്യക്തികളൊക്കെ ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ തന്നെയും അവർക്ക് നീതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമ തന്നെയാണ് ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമ. കാരണം ആ സമൂഹത്തിന്, ആ ഡ്രൈവറായിട്ടുള്ള ആൾക്കാർക്ക്, ആ ഗോത്ര മഹാസഭയ്ക്ക്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സിനിമ പോലെ വന്ന് നമ്മൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിവാദമാവേണ്ട ചർച്ചയാണ്. ഇതിനുശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തിയേറ്ററിൽ റിവ്യൂ പറയുന്ന ആൾക്കാർ തന്നെ അന്നത്തെ ദിവസം റിവ്യൂ പറഞ്ഞിട്ടില്ല. തിയേറ്ററിൽ പോലും റിവ്യൂ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമ തന്നെയാണ്. ഇതിൽ അഭിനയം എടുത്തു പറയണം, അതുപോലെ ഇതിൻ്റെ BGM ഒരു രക്ഷയില്ല, അതുപോലെ തന്നെ ഡയറക്ഷൻ അടിപൊളിയാണ്. ഇതിൻ്റെ റൈറ്റിംഗ് സൂപ്പറാണ്. കിടില സിനിമയാണ്. ടൊവിനോ, സുരാജ് വെഞ്ഞാറങ്ങോട്ട് അടിപൊളിയാണ്, രക്ഷയില്ല.